ഹായ് സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നല്ല നാടൻ പൊറോട്ട ഉണ്ടാക്കുന്ന വിധമാണ്. അപ്പോൾ എന്തൊക്കെ വേണമെന്നുള്ളതാണ് നമ്മൾ എടുത്തു വച്ചിരിക്കുന്നത്. മൈദ മാവ്, ഫാം ഓയിൽ, പിന്നെ ഇച്ചിരി പഞ്ചസാര, അതുപോലെ തന്നെ സോഡാപ്പൊടി, ഉപ്പ്. ഇത്രയുമാണ് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ. ഒരു വലിയൊരു പാത്രം എടുത്ത് വെക്കാം. എന്നിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ആദ്യം കുറച്ച് ഉപ്പിടാം. ഇത്രയും മതിയാവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് പഞ്ചസാരയും കൂടെ ഇടണം. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് സോഡാപ്പൊടിയും കൂടെ ഇടണം. കുറച്ച് മതിയാവും. ഇത്രയും മതിയാവും. ഇനി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അടുത്ത് നമുക്കിനി ഇതിലോട്ട് മാവിട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മളിങ്ങനെ വെള്ളത്തിൽ ഇത് മിക്സ് ചെയ്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ മാവിൽ എല്ലാ സ്ഥലത്തും ഒരേപോലെ ഈ ഉപ്പും നമ്മളിട്ടതെല്ലാം പിടിക്കും. നമ്മൾ അരിച്ച് എടുത്ത മാവാണ്. അപ്പോൾ അതിലെന്തെങ്കിലും കരടൊക്കെ ഉണ്ടെങ്കിൽ അത് പോയി നല്ല വൃത്തിയായിട്ട് വരും. നമുക്ക് നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കണം. നമുക്ക് വെള്ളം പോരാന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ആവശ്യത്തിന് ചേർക്കാം. അത് ഇനി ചേർത്താൽ മതി. ആവശ്യത്തിന് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇപ്പോൾ നമുക്ക് കറക്റ്റ് അളവിനാണ് നമ്മൾ ഒഴിച്ചത്. നമുക്കിത് ഇവിടെ തട്ടി നമുക്ക് ഒഴിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഒരുപാട് ബലം കൊടുത്ത് കുഴയ്ക്കാൻ പറ്റും. രണ്ട് കൈയും വെച്ച് നല്ല രീതിയിൽ ഉരുട്ടിയെടുക്കണം. അപ്പോൾ നമ്മൾ മാവ് നല്ല രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് ഓയിൽ ഇതിലോട്ട് തേച്ച് കൊടുക്കാം. ഇച്ചിരി ഓയിലെടുത്ത് നമുക്കിങ്ങനെ തേച്ച്, അപ്പോൾ നമുക്കിനി ഇതിലോട്ട് ഒരു തുണി എടുത്ത് നനച്ച് ഇതിനെ മൂടി അത് ഒരു മണിക്കൂർ നമുക്കിതിനെ റെസ്റ്റിന് വയ്ക്കാം. അപ്പോൾ 1 മണിക്കൂറായിട്ടുണ്ട് മാവ് നമ്മൾ റെസ്റ്റിന് വെച്ചിട്ട്. ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ബോൾ പിടിച്ചെടുക്കാം. ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് ബോൾ പിടിച്ച് ഇനി നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് ഓയിൽ വെച്ച് ഒരു 10 മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം. എല്ലാത്തിനും നല്ല രീതിയിൽ ഓയിൽ തേച്ച് 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. നനഞ്ഞൊരു തുണി എടുത്ത് ഇതിൻ്റെ മുകളിൽ മൂടി വയ്ക്കാം. അപ്പോഴും ഇത് സെറ്റ് ആവില്ല, നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. സുഹൃത്തുക്കളെ, നമുക്ക് വീശി തുടങ്ങാം. നനഞ്ഞ തുണി കൊണ്ട് മൂടി വയ്ക്കാം. അടുത്തിനി അടുപ്പ് കത്തിക്കാം. എന്നിട്ട് ഒരു പാൻ കൂടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. നമുക്ക് പരത്തി ചുട്ടെടുക്കാം. നമുക്ക് ആദ്യം കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളെ പൊറോട്ട റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റായ തനി നാടൻ പൊറോട്ട എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ എല്ലാ സുഹൃത്തുക്കളും ഞങ്ങളുടെ ഈ കുഞ്ഞു ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.